In this section, we discuss Simplex Method. That is, we find a solution of a linear programming problem by using Simplex Method. To use Simplex Method, we first need Simplex algorithm. Here, we discuss the steps for the computation of an optimal solution by using Simplex Method. The first step says that check whether the objective function of the given LPP is to be maximized or minimized. If it is to be minimized, then we convert it into a problem of maximization by using the result minimum of z equal to minus maximum of minus z. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് തന്നേക്കുന്ന എൽ പി പിയുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യാനാണോ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനാണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാം. ഇഫ് സപ്പോസ് നമുക്ക് തന്നേക്കുന്നത് ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യാനാണെങ്കിൽ then we have to convert that problem into a problem of maximization by using the result minimum of z equal to minus maximum of minus z. Okay, then step 2, check whether all pi I equal to 1 2 3 etc m are non-negative. If any one of the bi or bj is negative, then multiply the corresponding inequation of the constraints by minus 1 so as to get all bi I equal to 1 2 3 etc m are non-negative. നെക്സ്റ്റ് സ്റ്റെപ്പ് 2ൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നേക്കുന്ന ആ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനകത്ത് ഉള്ള എല്ലാ ബി ഐസും നോൺ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സപ്പോസ് ഏതെങ്കിലും ഒരു ബി ജെ നെഗറ്റീവ് ആണെങ്കിൽ ദെൻ വി ഹാവ് ടു കൺവേർട്ട് that negative bj into a non-negative bj by multiplying it with some minus 1. Okay. And step 3, convert all the inequation of the constraints into equations by introducing slack and or surplus variables in the constraints and put the cost of these variables equal to 0. Step 3ൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നേക്കുന്ന കൺസ്ട്രെയിൻറ്റ്സ് സം ഇനിക്വേഷൻ ആണെങ്കിൽ ഇനിക്വേഷൻസ് ആണെങ്കിൽ then we have to convert that inequations into equations by introducing slack or surplus variable. സ്ലാക്ക് വേരിയബിളോ അല്ലെങ്കിൽ സർപ്ലസ് വേരിയബിളോ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഇനിക്വേഷനെ നമ്മൾ ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആൻഡ് ഏതൊക്കെ സ്ലാക്ക് വേരിയബിൾ ഓർ സർപ്ലസ് വേരിയബിൾ ആണോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന അവയുടെ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് അവരുടെ കോസ്റ്റ്, ആ വേരിയബിൾസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 0 എടുക്കുക. ഓക്കെ, സപ്പോസ് നമ്മൾ ഒരു x3യും x4 ആണ് നമ്മൾ സ്ലാക്ക് ഓർ സർപ്ലസ് വേരിയബിളെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന C4ഉം ഞാൻ പറഞ്ഞ അതിന് കറസ്പോണ്ടിങ് ആയി സം xn ആണ് നമ്മുടെ സർപ്ലസ് വേരിയബിളെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന cn എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, ആൻഡ് സ്റ്റെപ്പ് 4, obtain an initial basic feasible solution to the problem in the form xp equal to b inverse into b and put it in the first column of the simplex table. ആൻഡ് സ്റ്റെപ്പ് 4 നമ്മൾ ചെയ്യേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ദി ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. നമ്മൾ എക്സ് പി ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ആൻഡ് വി നോ ഹൗ ടു ഫൈൻഡ് ദ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എക്സ് പി ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു ബി അല്ലേ. ആൻഡ് വി പുട്ട് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് കോളം ഓഫ് അവർ സിംപ്ലക്സ് ടേബിൾ. ദെൻ സ്റ്റെപ്പ് 5, compute the net evaluations. We know that the number zj minus cj is known as the net evaluations. So in step 5 we have to compute that all net evaluations, that is all zj minus cj for j equal to 1 2 3 etc n by using the relation zj minus cj equal to cbyj minus cj. And നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇപ്പോൾ നമ്മൾ എല്ലാ നെറ്റ് ഇവാലുവേഷൻസും കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ വി ഫൈൻഡ് ഓർ വി ചെക്ക് ദ സൈൻ ഓഫ് ഓൾ നെറ്റ് ഇവാലുവേഷൻ. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച നെറ്റ് ഇവാലുവേഷൻ്റെ സൈൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം. If all zj minus cj greater than or equal to 0, then the initial basic feasible solution xp is the optimum basic feasible solution. Suppose എല്ലാ നെറ്റ് ഇവാലുവേഷൻസും പോസിറ്റീവ് ആണെങ്കിൽ, എല്ലാ നെറ്റ് ഇവാലുവേഷൻസും നോൺ നെഗറ്റീവ് ആണെങ്കിൽ then we can conclude that the initial basic feasible solution xp is the optimum basic feasible solution. Okay, if at least one zj minus cj less than 0, then we proceed on to the next step. സപ്പോസ് ഏതെങ്കിലും കുറഞ്ഞത് ഒരു നെറ്റ് ഇവാലുവേഷനെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ we can move to our next step. And the next step says that if there are more than one negative zj minus cj,
Then choose the most negative of them. Let it be ZR minus CR for some J equal to R. അപ്പോൾ ഒന്നിൽ കൂടുതൽ നെഗറ്റീവ് വാല്യൂഷൻസ് നെഗറ്റീവ് ആണെങ്കിൽ അതിൽ ഏറ്റവും മോസ്റ്റ് നെഗറ്റീവിന് നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് അത് ലെറ്റ് ഇറ്റ് ബി സം ZR minus CR for some J equal to R. If all y are less than or equal to 0 for I equal to 1, 2, 3, etc. m, then there is an unbounded solution to the given problem. അതായത് നമ്മളിപ്പോൾ സെറ്റ് ജെ മൈനസ് സി ജെ നെഗറ്റീവ് വാല്യൂഷൻ കണ്ടുപിടിച്ചു. അതിൽ നമ്മൾ ഏറ്റവും മോസ്റ്റ് നെഗറ്റീവായ നെഗറ്റീവ് വാല്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നു. എല്ലാ നെഗറ്റീവ് വാല്യൂഷനിലും മോസ്റ്റ് നെഗറ്റീവായ നെഗറ്റീവ് വാല്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന കോളത്തിലെ എല്ലാ എലമെൻറ്റ്സും നെഗറ്റീവ് ആണെങ്കിൽ, അതായത് ഇഫ് ഓൾ വൈ ഐ ജെ, അതായത് ഓൾ വൈ ഐ ആർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ടേബിൾ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ സെറ്റ് ജെ മൈനസ് സി ജെ കണ്ടുപിടിച്ചാൽ ആ ഒരു കോളത്തിനകത്ത് വരുന്ന എല്ലാ എലമെൻറ്റ്സുമാണ്. വി നോ ദാറ്റ് വൈ ഐ ജെ ബിലോങ്സ് ടു ദ കോളം വൈ ജെ അല്ലേ. സോ ആദ്യം നമ്മൾ ഏറ്റവും മോസ്റ്റ് നെഗറ്റീവായ നെഗറ്റീവ് വാല്യൂഷൻ ഏതാണെന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ആ മോസ്റ്റ് നെഗറ്റീവായ നെഗറ്റീവ് വാല്യൂഷൻ വരുന്ന കോളത്തിലെ എല്ലാ എൻട്രീസും നെഗറ്റീവ് ആണോ എന്ന് നോക്കുന്നു. അങ്ങനെ അതും നെഗറ്റീവ് ആണെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദർ ഈസ് ആൻ അൺബൗണ്ടഡ് സൊല്യൂഷൻ ടു ദ ഗിവൺ പ്രോബ്ലം. ആൻഡ് ഇഫ് അറ്റ് ലീസ്റ്റ് വൺ വൈ ഐ ജെ ഗ്രേറ്റർ ദാൻ 0 then the corresponding vector yr enters the basis yb. ഇനി ആ കോളത്തിലെ ഏതെങ്കിലും ഒരു വൈ ഐ ജെ എങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ കറസ്പോണ്ടിങ് വെക്റ്റർ വൈ ആർ എൻറ്റേഴ്സ് ദ ബേസിസ് വൈ ബി. വൈ ബി പറഞ്ഞാൽ ബേസിനകത്ത് വൈ ആർ എൻ്റർ ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് സ്റ്റെപ്പ് 7, then we compute the ratios xpi divided by yir, where yir greater than 0, I equal to 1, 2, 3, etc. m, and choose the minimum of them. എല്ലാ എക്സ് പി ഐ ഡിവൈഡ് ബൈ വൈ ഐ ആർ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിൽ ഏറ്റവും മിനിമം ഏതാണോ അതിനെ നമ്മൾ ചൂസ് ചെയ്യുന്നു. ആൻഡ് ലെറ്റ് ദ മിനിമം ഓഫ് ദിസ് റേഷ്യോസ് ബി സം എക്സ് പി കെ ഡിവൈഡ് ബൈ വൈ ആർ കെ. ആ മിനിമം ആണ് എക്സ് പി കെ ഡിവൈഡ് ബൈ വൈ ആർ കെ എന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നു. ദെൻ ദ വെക്റ്റർ വൈ ആർ വിൽ ലീവ് ദ ബേസിസ് വൈ ബി. അങ്ങനെയാണെങ്കിൽ ഈ വെക്റ്റർ വൈ ബിയിലുള്ള വെക്റ്റർ വൈ ആർ എന്ന് പറയുന്ന ആ ബേസിസ് ലീവ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ സ്റ്റെപ്പ് 6 പറഞ്ഞായിരുന്നു. സ്റ്റെപ്പ് 6 നമ്മൾ പറഞ്ഞായിരുന്നു ഇഫ് അറ്റ്ലീസ്റ്റ് വൺ വൈ ഐ ജെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദെൻ ദ കറസ്പോണ്ടിങ് വെക്റ്റർ വൈ ആർ എൻറ്റേഴ്സ് ദ വൈ ബി അല്ലേ. വൈ ആർ എന്ന് പറഞ്ഞാൽ വെക്റ്റർ എന്ന് പറയുന്നത് വൈ ബിയിൽ എൻ്റർ ചെയ്യുന്നു നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ വൈ ബിയിൽ എൻ്റർ ചെയ്യണമെങ്കിൽ ഈ വൈ ബിയിലെ ഏതെങ്കിലും ഒരു എൻട്രി അവിടുന്ന് പോയാൽ മാത്രമേ നമുക്ക് അവിടെ വൈ ആർ എൻ്റർ ചെയ്യുന്നുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ സ്റ്റെപ്പ് 7 പറയുന്നത് നമ്മൾ ഈ റേഷ്യോ കണ്ട് ഈ റേഷ്യോൻ്റെ ഏറ്റവും മിനിമം വാല്യൂ കണ്ടു. അങ്ങനെ ആ മിനിമം എന്ന് പറയുന്നത് എക്സ് പി കെ ഡിവൈഡ് ബൈ വൈ ആർ കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ വൈ ബിയിൽ നിന്നും ലീവ് ചെയ്യുന്ന വെക്റ്റർ എന്ന് പറയുന്നത് വൈ ആർ ആയിരിക്കും. ആ സ്ഥലത്തായിരിക്കും, ആ വൈ ആർ ലീവ് ചെയ്ത പ്ലേസിനകത്തായിരിക്കും ഇവിടെ കറസ്പോണ്ടിങ് ആയി വരുന്ന നമ്മൾ സ്റ്റെപ്പ് 6 പറഞ്ഞ വെക്റ്റർ എൻ്റർ ചെയ്യുക. ഓക്കെ, then the common element YRJ which is in the kth row and the rth column is known as leading element of the table. And step 8, convert the leading element. ഇപ്പോൾ നമുക്ക് ഒരു കോമൺ ആയിട്ട് ഒരു എലമെൻറ്റ് കിട്ടും. നമുക്കത് സിംപ്ലക്സ് ടേബിൾ വരച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ആ കോമൺ ആയ എലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് വാല്യൂഷൻ കണ്ടുപിടിച്ച് ആ നെഗറ്റീവ് വാല്യൂഷനിൽ മോസ്റ്റ് നെഗറ്റീവായ കോളത്തിലും അതുപോലെ ഈ എക്സ് പി കെ ഡിവൈഡ് ബൈ വൈ ഐ ആർ കണ്ടുപിടിച്ചതിന് ശേഷം അതിലേറ്റവും മിനിമം വരുന്ന റോയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കോളത്തിനും റോയ്ക്കും കൂടി കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റിനായിരിക്കും നമ്മൾ ലീഡിങ് എലമെൻറ്റ് എന്ന് പറയാം. ഓക്കെ, ആ ലീഡിങ് എലമെൻറ്റ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആ ലീഡിങ് എലമെൻറ്റിനെ നമ്മൾ 1 ആക്കി മാറ്റും. വി കൺവേർട്ട് ദാറ്റ് ലീഡിങ് എലമെൻറ്റ് ഇൻറ്റു 1. അതിനുശേഷം ആ ലീഡിങ് എലമെൻറ്റിനെ എബോവും ബിലോയും വരുന്ന എല്ലാ എൻട്രീസിനും നമ്മൾ 0 ആക്കും ബൈ യൂസിങ് സം റോ ഓപ്പറേഷൻസ്. ഓക്കെ, that is convert the leading element to unity by dividing its row by the leading element itself and all other elements in its column to 0 by making use of the relationykj cap equal to yki divided by ykr and yij cap equal to yij minus yki divided by ykr into yir. This is easily achieved by the elementary row operations rk dash equal to rk by ykr and ri dash equal to ri minus rk dash yir.
അതായത് സിംപിളി എന്താണ് ആ ലീഡിങ് എലമെൻറ്റിനെ നമ്മൾ യൂണിറ്റി ആക്കി മാറ്റുന്നു, അതിനുശേഷം ആ ലീഡിങ് എലമെൻറ്റുള്ള കോളത്തിൽ മറ്റെല്ലാ എൻട്രീസിനും 0 ആക്കി മാറ്റുന്നു ബൈ യൂസിങ് റോ ഓപ്പറേഷൻസ്. ആൻഡ് സ്റ്റെപ്പ് 9, go to step 5 and repeat the computational procedure until either an optimal solution is obtained or there is an indication of an unbounded solution. വീണ്ടും നമ്മൾ ഈ കമ്പ്യൂട്ടേഷൻ പ്രൊസീജിയർ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു until an optimal solution is obtained. ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ there is അവിടെ ഒരു അൺബൗണ്ടഡ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഈസ് സിംപ്ലക്സ് അൽഗോരിതം. ഓക്കെ, നമുക്ക് ഈ സിംപ്ലക്സ് അൽഗോരിതം ഉപയോഗിച്ചാണ് നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആ സിംപ്ലക്സ് മെത്തേഡിലൂടെയാണ് നമ്മൾ LPPയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഇവിടെ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. നൗ വി ഡിസ്കസ് പ്രോബ്ലം. ഫസ്റ്റ് പ്രോബ്ലം, use simplex method to solve the following LPP. Maximize z equal to 107x1 plus x2 plus 2x3 subject to the constraints 14x1 plus x2 minus 6x3 plus 3x4 equal to 7, 16x1 plus 1 by 2x2 minus 6x3 less than 5 and 3x1 minus x2 minus x3 less than 0, where x1, x2, x3 and x4 are greater than or equal to 0. Okay, so നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് നമ്മുടെ സിംപ്ലക്സ് അൽഗോരിതത്തിൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു സിംപ്ലക്സ് ടേബിളാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക. എന്തായിരുന്നു, വാട്ട് വാസ് അവർ ഫസ്റ്റ് സ്റ്റെപ്പ്? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, നമുക്ക് തന്നേക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യാനാണോ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനാണോ എന്നായിരുന്നു ആദ്യത്തെ ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. ആൻഡ് ഫസ്റ്റ് വി നീഡ് ടു ചെക്ക് whether the old condition for simplex method satisfy or not. And what was our first step? The first step tell us that check whether the objective function of the given LPP is to be maximized or minimized. നമ്മൾ നോക്കുക, നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യാനാണ്. സോ നമുക്കൊന്ന് നത്തിങ് ടു ഡു അല്ലേ. സപ്പോസ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്യാനായിരുന്നെങ്കിൽ ദെൻ വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് പ്രോബ്ലം ഇൻ എ പ്രോബ്ലം ഓഫ് മാക്സിമൈസേഷൻ. ഓക്കെ, ദെൻ സ്റ്റെപ്പ് ടുവിൽ നമ്മൾ എല്ലാ BAസും നോൺ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഹിയർ B1 ഈക്വൽ ടു 7, B2 ഈക്വൽ ടു 5 ആൻഡ് B3 ഈക്വൽ ടു 7. എല്ലാ BAസും നോൺ നെഗറ്റീവ് ആണ്. ഓക്കെ, നൗ ഇനി തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഇക്വേഷൻസിനെ നമ്മൾ ഇക്വേഷൻസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. വി ഹാവ് ടു കൺവേർട്ട് ദ ഗിവൺ ഇക്വേഷൻസ് ഇൻറ്റു ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ് 14x1 പ്ലസ് x2 മൈനസ് 6x3 പ്ലസ് 3x4 ഈക്വൽ ടു 7 ഇത് ഇക്വേഷനാണ്. സോ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. സോ നമ്മളത് അതേപടി എഴുതി. ദെൻ ദ സെക്കൻഡ് ഇക്വേഷൻ 16x1 plus 1 by 2x2 minus 6x3 less than 5. So we have to make that inequation into equation അല്ലേ. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ആണെങ്കിൽ we have to introduce a slack variable അല്ലേ. നമുക്കിവിടെ ഒരു സ്ലാക്ക് വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇതൊരു ഇക്വേഷനായി മാറും. So we introducing a slack variable and also look at the third constraint 3x1 minus x2 minus x3 less than 0 അല്ലേ. അപ്പോൾ ഇവിടെയും നമുക്ക് ഇതൊരു ഇക്വേഷനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ലാക്ക് വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ ബൈ ഇൻട്രൊഡ്യൂസിങ് സ്ലാക്ക് വേരിയബിൾ x5 ഗ്രേറ്റർ ദാൻ 0 ആൻഡ് x6 ഗ്രേറ്റർ ദാൻ 0 റെസ്പെക്റ്റീവ്ലി. കാരണം ബാക്കിയുള്ള x1ഉം x2ഉം x3ഉം x4ഉം ഇതിനകത്തുണ്ട് അല്ലേ, നമുക്ക് നമ്മൾ ഗിവൺ LPPയിലുണ്ട്. സോ ഐ ഇൻട്രൊഡ്യൂസ് എ സ്ലാക്ക് വേരിയബിൾ x5 ഗ്രേറ്റർ ദാൻ 0 ആൻഡ് x6 ഗ്രേറ്റർ ദാൻ 0 റെസ്പെക്റ്റീവ്ലി. ദെൻ ദ കൺസ്ട്രെയിൻറ്റ്സ് ബിക്കം 14x1 plus x2 minus 6x3 plus 3x4 equal to 7, 16x1 plus 1 by 2x2 minus 6x3 plus xy equal to 5 and 3x1 minus x2 minus x3 plus x6 equal to 0. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത വേരിയബിളിന് കറസ്പോണ്ടിങ് ആയി വരുന്ന അവയുടെ കോസ്റ്റ് നമ്മൾ 0 ആയിട്ട് സപ്പോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് എന്ന് പറയുന്നത് x5ഉം x6ഉം ആയിരുന്നു. സോ അതിന് കറസ്പോണ്ടിങ് വരുന്ന C5ഉം C6ഉം വി ആർ ലെറ്റിംഗ് ടു 0. ദാറ്റ് ഈസ് ലെറ്റ് C5 ഈക്വൽ ടു C6 ഈക്വൽ ടു 0. നൗ വി ഹാവ് AX ഈക്വൽ ടു B. ഒരു ഫോർമൽ ഡിഫിനിഷൻ എന്ന് പറയുന്നത് AX ഈക്വൽ ടു B. സോ വാട്ട് ഈസ് അവർ A എന്ന് പറയുന്നത് എന്താണ്? കോയിഫിഷ്യൻ മെട്രിക്സ് ആണ്. വി ക്യാൻ റൈറ്റ് ദ കോയിഫിഷ്യൻ മെട്രിക്സ് A
ഫ്രം ദ ഗിവൺ കൺസ്ട്രെയിൻറ്റ്സ് അല്ലേ. എ എന്ന് പറയുന്നത് എന്താണ് 14 1 -6 3 0 0. അതായത് അത് കിട്ടിയേക്കുന്നത് ഈ ഫസ്റ്റ് റോ നമ്മൾ എഴുതിയത് ഫ്രം അവർ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് അല്ലേ. ഫസ്റ്റിലെ കൺസ്ട്രെയിൻ്റ് ആയിരുന്നു. അപ്പോൾ x1ൻ്റെ കോയിഫിഷ്യൻറ്റ് 14, x2ൻ്റെ കോയിഫിഷ്യൻറ്റ് 1, x3ൻ്റെ കോയിഫിഷ്യൻറ്റ് -6, x4ൻ്റെ കോയിഫിഷ്യൻറ്റ് 3, ദെൻ x5ഉം x6ഉം x6 എന്ന് പറയുന്നത് ഈ കൺസ്ട്രെയിനകത്ത് അബ്സെൻ്റ് ആണ്. സോ അതിൻ്റെ കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് 0 0 ആയിരിക്കും. സിമിലർലി നമുക്ക് ഈ ഒരു 14 1 -6 3 0 0, 14 1/2 -6 0 1 0, 3 -1 0 0 1. അങ്ങനെ ഒരു കോയിഫിഷ്യൻ മെട്രിക്സ് നമുക്ക് ഈ ഗിവൺ LPPയിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ദിസ് എ ഇൻറ്റു പിന്നെ നമ്മുടെ വേരിയബിൾസ് എന്ന് പറയുന്നത് x1 x2 x3 x4 x5 x8 ദാറ്റ് ഈസ് അവർ എക്സ് അല്ലേ. സോ ഇൻറ്റു x1 x2 x3 x4 x5 x equal to p. What is our b? Our b equal to b1 b2 b3. And what is our b1 b2 b3? b1 equal to 7, b2 equal to 5 and b3 equal to 0. So this is equal to 750. Or this can be written as if we consider the first row. What is first row? First row 14 1 -6 3 0 0 അല്ലേ. അപ്പോൾ നമുക്ക് ആക്ച്വലി ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു മെട്രിക്സ് കോയിഫിഷ്യൻ്റ് മെട്രിക്സ് എ വേണം വിച്ച് സാറ്റിസ്ഫൈ എ എക്സ് ഈക്വൽ ടു ബി. കൂടാതെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ കോയിഫിഷ്യൻ്റ് മെട്രിക്സ് എയിൽ നിന്നും അതിൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് കൊണ്ട് നമ്മളൊരു മെട്രിക്സ് ബീനെ കൺസ്ട്രക്ട് ചെയ്യും അല്ലേ. That is suppose we have a coefficient matrix A, then to find a basic feasible solution we have to construct a linearly we have to construct a matrix B by using the linearly independent columns of A അല്ലേ. അപ്പം ഇവിടെ നമ്മൾ the last 3 columns കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3 0 0 0 1 0 0 0 1. അപ്പോൾ ഇത് നമുക്ക് ബി ആയി കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ കമ്പ്യൂട്ടേഷൻ ഒന്നും കൂടി ഈസി ആക്കാൻ വേണ്ടി നമ്മൾ ആ 3നെ 1 ആക്കി മാറ്റുകയാണ്. ഓക്കെ, അതായത് 3നെ 1 ആക്കി മാറ്റുകയാണെങ്കിൽ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവും. സോ നമ്മുടെ കമ്പ്യൂട്ടേഷൻ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ആ 3നെ 1 ആക്കി മാറ്റുകയാണ്. അപ്പോൾ 3നെ 1 ആക്കാൻ മാറ്റാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഡിവൈഡ് ദ റോ R1 ദ ഫസ്റ്റ് റോ ബൈ 3. ഓക്കെ, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓർ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് 14/3 1/3 -2 1 0 0, 16 1/2 -6 0 1 0, 3 -1 -1 0 0 1 into this is equal to 750. Clearly then rank of A equal to 3. Then and we let our B equal to 1 0 0 0 1 0 0 0 1. അതായത് എ പറഞ്ഞ ആ മെട്രിക്സിൻ്റെ ലാസ്റ്റ് 3 കോളംസ് കൊണ്ട് ആ കോളംസ് എന്നൊരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ആ കോളംസ് കൊണ്ട് നമ്മൾ മെട്രിക്സ് ബി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മൾ 3rd റോയും 4th റോയും 5th റോയുമാണ് ബി പറഞ്ഞ മെട്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന x4ഉം x5ഉം x6ഉം ആയിരിക്കും നമ്മൾ ബേസിക് വേരിയബിൾസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ഫൈൻഡ് അവർ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ xp. And we know that xp equal to b inverse into b. Then we find the xp, that is b inverse into b equal to, what is our b? B is the identity matrix. The inverse of identity matrix into b equal to 7/3 50. So the inverse of identity matrix is again identity matrix, and if I multiply a matrix with the identity matrix, then we will get that matrix അല്ലേ. ഏതൊരു മെട്രിക്സിനെയും നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ആ മെട്രിക്സ് തന്നെ ആയിരിക്കും കിട്ടുക. സോ ഐ ഗെറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 7/3 50. ദിസ് ഈസ് അവർ x4 x5 ആൻഡ് x6. നൗ വി ഹാവ് ടു കമ്പ്യൂട്ട് ദ നെറ്റ് ഇവാലുവേഷൻ. Now we have to compute the net evaluation Zj minus Cj. And by definition Zj minus Cj equal to Cb into Yj minus Cj. By definition of net evaluation, the net evaluation Zj minus Cj equal to Cb Yj minus Cj, where j equal to 1 2 3 etc. n. And what is our Z? Our Z equal to Cb xp. This is equal to 0 since Cb equal to 0 0 0 അല്ലേ. അതായത് നമുക്കിതിന് കറസ്പോണ്ടിങ് വരുന്ന വേരിയബിൾ ഇത് സി ബി എന്ന് പറയുന്നത് നമുക്കറിയാം. വി നോ ദാറ്റ് സി ബി ഈക്വൽ ടു 0 0 0. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. നൗ വി ഡ്രോ അവർ സ്റ്റാർട്ടിംഗ് ടേബിൾ. ഓക്കെ, ലുക്ക് അറ്റ് ദ ടേബിൾ.
first we see how to frame our basic variables, or first we see how to frame our variables. ഇവിടെ നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? x1, x2, x3, x4, x5, x6 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് y1, y2, y3, y4, y5, y6 ആണ്. അപ്പോൾ ഓരോ y1നും y2നും y3ക്കും y4നും y6നും നമ്മൾ ഓരോ കോളംസ് ആദ്യം വരയ്ക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ y1നും y2നും y3ക്കും y4നും y5നും y6നും മുകളിലായിട്ട് ഒരു CG പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? CG ഈക്വൽ ടു സം 107 12000 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ZJ ഈസ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് ദ ബേസിക് വേരിയബിൾ. ദാറ്റ് CG ഈസ് ദ that CG is the coefficient of the variables in the objective function. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക, ആദ്യം y1ന് കറസ്പോണ്ടിങ് ആയി വരുന്ന CG, അതായത് y1ന് മുകളിലായിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നോക്കുക. ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ x1നും x2നും x3ക്കും x4നും x5നും x6ൻ്റെയും കോഎഫിഷ്യൻ്റാണ് നമ്മൾ ഈ CG എന്ന് പറയുന്നത് എഴുതേണ്ടത്. ദറ്റ് ഈസ് ദിസ് CG ഈസ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് ദ വേരിയബിൾസ് ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പം നമുക്കറിയാം x1 അത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. വാട്ട് വാസ് അവർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? അവർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു z ഈക്വൽ ടു 107 x1 പ്ലസ് x2 പ്ലസ് 2x3. സോ x1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 107 ആണ്. സോ x1ൻ്റെ കറസ്പോണ്ടിങ് ആയി വരുന്ന y1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 107 ആണ്. അതാണ് നമ്മൾ ഈ y1ൻ്റെ മുകളിലായിട്ട് 107 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് y2ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? ഇവിടെ x2ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് y2ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. ആ 1 ആണ് നമ്മൾ y2ൻ്റെ മുകളിലായി എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് y3 എന്ന് പറയുന്നത് x3ൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണ്. സോ ഈ y3ൻ്റെ കോഎഫിഷ്യൻ്റ് എന്നായിട്ട് നമ്മൾ 2 എഴുതി. നെക്സ്റ്റ് we need to find the coefficient of y4, y5, y6. That is, we need to find the coefficients of x4, x5, x6. But we know that the variables x4, x5 and x6 are absent in our objective function. അല്ലേ, നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ അതൊന്നുമില്ല. സോ we can assume that the coefficient of these variables x4, x5 and x6 are 0. അല്ലേ, അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. കാരണം this it can be written as 107 x1 plus x2 plus 2x3 plus 0 into x4 plus 0 into x5 plus 0 into x6. സോ ഈ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഈ y4നും y5നും y6നും മുകളിൽ നമ്മൾ 0 എന്ന് ഡിനോട്ട് ചെയ്യുന്നു അതിൻ്റെ കോഎഫിഷ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് y1ൻ്റെ ലെഫ്റ്റിലായി വരുന്ന കോളം നോക്കുക. ദാറ്റ് ഈസ് XP. ദാറ്റ് ഈസ് അവർ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ അല്ലേ? ആൻഡ് വി ഫൈൻഡ് നമ്മളിപ്പോൾ XPൻ്റെ വാല്യൂസ് കണ്ടിട്ടുണ്ട്. അതായത് ബൈ അവർ XP ഈക്വൽ ടു B ഇൻവേഴ്സ് ഇൻറ്റു B. ആൻഡ് വാട്ട് ഈസ് അവർ B ഇൻവേഴ്സ് ഇൻറ്റു B ഈക്വൽ ടു 7/350. ദിസ് ഈസ് അവർ x4, x5, x6. That is our basic feasible solution. So we write that values in the values of basic feasible solution in this column. x4 equal to 7/3, x5 equal to 5 and x6 equal to 0. Next, and consider the column left to XP എന്ന കോളത്തിന് ലെഫ്റ്റ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് കോളം കൺസിഡർ ചെയ്യുക. അതെന്ന് പറയുന്നത് CB ആൻഡ് YB ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് ഒരു YB പറഞ്ഞ കോളം ഉണ്ട്. ആ YB പറഞ്ഞ കോളത്തിലകത്ത് നമ്മൾ എഴുതിയേക്കുന്നത്, അതായത് ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ 0 കോയിഫിഷ്യൻ്റ് ആയി വരുന്ന ആ വേരിയബിൾസ് അല്ലേ, 0 കോയിഫിഷ്യൻ്റ് ആയി വരുന്ന ആ വേരിയബിൾസ്. സോ y4, y5, y6 നമ്മളിവിടെ എഴുതി. അല്ലെങ്കിൽ ആ XPക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള YJsകൾ അങ്ങനെയും വേണമെങ്കിൽ പറയാം. അപ്പോൾ YBനകത്ത് എഴുതിയ നമ്മളെ വേരിയബിൾസ് എന്ന് പറയുന്നത്, അതായത് ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ആബ്സെൻ്റായ വേരിയബിൾസ് y4, y5 നമ്മൾ YBയിൽ എഴുതുന്നു. നമുക്കറിയാം അതിൻ്റെ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. y4ൻ്റെയും y5ൻ്റെയും y6ൻ്റെയും കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് 0 ആണ്. അതാണ് നമ്മൾ CBക്ക് താഴെയായിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് കോയിഫിഷ്യൻ 0 എന്ന് ഡിനോട്ട് ചെയ്തത്. ഓക്കെ, നൗ ഇനി നമുക്ക് നമ്മുടെ കോളംസ് y1, y2, y3, y4, y5, y6 എന്ന് പറയുന്നത് നോക്കേണ്ടതായിട്ടുണ്ട്. സോ we first consider our first constraint, that is
That is, here we first consider our coefficient matrix. What is our coefficient matrix? Our coefficient matrix is denoted by A. അല്ലേ? നമ്മൾ ആ എനെ എങ്ങനെ എഴുതിയിട്ടുണ്ട്? A is equal to 14/3, 1/3 minus 2, 100, 16, 1/2 minus 6, 0, 3 minus 1 minus 1, 0, 1. ഇങ്ങനെയാണ് നമ്മൾ കോഫിഷ്യൻ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്തത്. അതായത് ഈ ഫസ്റ്റിൽ ആദ്യത്തെ റോ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോയിഫിഷ്യൻസ് ഓഫ് ദ ഫസ്റ്റ് കൺസ്ട്രെയിൻ അല്ലേ? ഫസ്റ്റ് ആദ്യം നിൽക്കുന്ന ഈ കൺസ്ട്രെയിൻ്റെ കോയിഫിഷ്യൻ്റ് കൊണ്ടാണ് കോയിഫിഷ്യൻസ് ആണ് നമ്മൾ ഫസ്റ്റ് റോയിൽ എഴുതിയിരിക്കുന്നത്. സോ നമ്മൾ സിമിലർലി വി റൈറ്റ് അവർ ഫസ്റ്റ് റോ in the simplex table also, that is 14/3, then 1/3 minus 2, 100, and the next row എന്ന് പറയുന്നത് 16, 1/2 minus 6, 0, 10, then 3 minus 1 minus 1, 0, 1. അതായത് ഇവിടെ എഴുതിയേക്കുന്നത് ഈ y1, y2, y3, y4, y6 അതിന് താഴെയായി നമ്മൾ എഴുതിയേക്കുന്നത് നമുക്ക് കിട്ടിയ ആ കോയിഫിഷ്യൻ മെട്രിക്സ് തന്നെയാണ് അല്ലേ? റോ വൈസ് നമ്മൾ എഴുതിയേക്കുന്നത്. Okay, now we have to find the value of z, and we have to find our negative valuation zj minus cj. Okay, first we find the value of z, and here also we found the value of z equal to 0 alle, the value of z equal to cb xp, and since cb equal to 0 we have z equal to 0, that is so z equal to 0. അല്ലാതെ നമുക്ക് z equal to 0 എന്ന് പറയുന്ന ടേബിളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് z ഫ്രം ദ ടേബിൾ ഓൾസോ. ദാറ്റ് ഈസ് അതെങ്ങനെ നോക്കുന്നത് വെച്ചാൽ വി ഹാവ് z equal to cb xp ആണ്. സോ സി ബി നോക്കുക, ആ സി ബിയിലെ ഓരോ എലമെൻറ്റിനെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആയ എക്സ് പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റുകളെ സം ചെയ്ത് നോക്കുക. അതായിരിക്കും നമ്മുടെ സെഡിൻ്റെ വാല്യൂ ആയി വരുന്നത്. ദാറ്റ് ഈസ് ഇവിടെ എന്ന് പറയുന്നത് സി ബിയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആണ്. സോ 0 ഇൻറ്റു എക്സ് പിയിലെ ആദ്യത്തെ എലമെൻറ്റ് 0 ഇൻറ്റു 7/3 പ്ലസ് നെക്സ്റ്റ് സി ബിയിലെ എലമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. 0 ഇൻറ്റു നെക്സ്റ്റ് എക്സ് പിയിലെ സെക്കൻഡ് എലമെൻറ്റ് 5 പ്ലസ് 0 ഇൻറ്റു 0, അതായത് സി ബി എക്സ് പിയിലെ ലാസ്റ്റ് എലമെൻറ്റ് എന്നൊരു 0 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ അവർ സെഡ് ഈക്വൽ ടു 0. Now we want to find the value of our negative valuations. That is said we have to find the values of zj minus cj. And how to find zj minus cj? We have by definition zj minus cj equal to cbyj minus cj. അല്ലേ? zj minus cj equal to cbyj minus cj. So to find zj minus cj we first need to find the values of zj. അല്ലേ? zj മൈനസ് സി ജെ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് zj. ആദ്യം നമ്മൾ zjൻ്റെ വാല്യൂ കണ്ടുപിടിക്കും, അതിനുശേഷം ദ നെഗറ്റീവ് വാല്യൂഷൻ zj മൈനസ് സി ജെൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ zjൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ആൻഡ് വി നോ ദാറ്റ് വാട്ട് ഈസ് അവർ zj ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ zj ഈക്വൽ ടു സി ബി വൈ ജെ. zj ഈക്വൽ ടു സി ബി വൈ ജെ. അപ്പോൾ ആദ്യത്തെ കോളം കൺസിഡർ ചെയ്യുക, ദറ്റ് ഈസ് y1ൻ്റെ ആ കോളം കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ y1ന് കറസ്പോണ്ടിങ് ആയി വരുന്ന നെഗറ്റീവ് വാല്യൂഷൻ്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ y1ന് താഴെയായിട്ട് വരുന്ന y1ൻ്റെ കോളത്തിന് കറസ്പോണ്ടിങ് ആയി വരുന്ന നെഗറ്റീവ് വാല്യൂഷൻ്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് zj അല്ലേ? ആൻഡ് വി നോ ദാറ്റ് zj ഈസ് ഈക്വൽ ടു സി ബി വൈ ജെ, സി ബി ഇൻറ്റു വൈ ജെ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ തൊട്ട് സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച പോലെ തന്നെ സി ബിയിലെ ഓരോ എലമെൻറ്റും എടുക്കുന്നു. ആ സി ബിയിലെ ഓരോ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയി വരുന്ന y1ലെ ഓരോ എലമെൻറ്റിനെയും കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഓരോ പ്രൊഡക്റ്റിനെ നമ്മൾ സം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് zjൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് y1 എന്ന കോളം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ zj എന്ന് പറയുന്നത് 0 ഇൻറ്റു 14/3 ആൻഡ് 0 ഇൻറ്റു 16 പ്ലസ് 0 ഇൻറ്റു 3 അല്ലേ? നമുക്കറിയാം zj എന്ന് പറയുന്നത് സി ബി വൈ ജി ആണ്. സോ സി ബിയിലെ ഓരോ എലമെൻറ്റ് ഇൻറ്റു y1ലെ ഓരോ എലമെൻറ്റ്, ആൻഡ്
അത് കറസ്പോണ്ടിങ് വരുന്ന എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു പ്രോഡക്റ്റിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നു. അതാണ് സെറ്റ് ജി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് y1 എന്ന കോളം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ സെറ്റ് ജി എന്ന് പറയുന്നത് 0 × 14/3 + 0 × 16 + 0 × 3. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അവർ സെറ്റ് ജെ കറസ്പോണ്ടിങ് ടു ദ കോളം y1 = 0. ബട്ട് വി ഹാവ് ടു ഫൈൻഡ് സെറ്റ് ജെ മൈനസ് സി ജെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെറ്റ് ജെ മൈനസ് സി ജി ആണ്. ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് സെറ്റ് ജെ 0 ആണ്. ആൻഡ് സോ 0 - സി ജെ. 0 - സി ജെ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് സി ജെ. അപ്പോൾ മൈനസ് സി ജെ എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം നമ്മുടെ സി ജെ എന്ന് പറയുന്നത് y1 കറസ്പോണ്ടിങ് ആയി വരുന്ന കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സി ജെ എന്ന് പറയുന്നത് 107 ആണ്. സോ ആ വാല്യൂ എന്ന് പറയുന്നത് സെറ്റ് ജെ മൈനസ് സി ജെ = -107. ഓക്കെ, ഇനി y2 നെക്സ്റ്റ് കോളത്തിലേക്ക് വരുന്നു. ഇനി y2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെറ്റ് വാല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് y2 കറസ്പോണ്ടിങ് ആയി വരുന്ന സെറ്റ് ജെ മൈനസ് സി ജെ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് y2 കറസ്പോണ്ടിങ് ആയി വരുന്ന സെറ്റ് ജെ മൈനസ് സി ജെ എന്ന് വെച്ചാൽ വി ഹാവ് ടു ഫൈൻഡ് സെറ്റ് 2 - C2 അല്ലേ? നമ്മുടെ y2ൻ്റെയാണ് കണ്ടുപിടിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് സെറ്റ് 2 - C2. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സി ബിയിലെ ഓരോ എലമെൻറ്റും y2 ഓരോ എലമെൻറ്റുമായിട്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നു. അതായിരിക്കും സെറ്റ് ജെ എന്ന് പറയുന്നത്. ദെൻ വി കമ്പ്യൂട്ട് സെറ്റ് ജെ മൈനസ് സി ജെ. ഓക്കെ, അപ്പോൾ എന്താ വരിക? സെറ്റ് ജെ = ദെൻ ഹിയർ അവർ സെറ്റ് 2. The set j corresponding to y2 is set 2. So set 2 = 0 × 1/3 + 0 × 1/2 + 0 × -1. So that is equal to 0. So our set 2 = 0. We need to find set 2 minus C2. So 0 - C2. 0 - C2 = -C2. And what is our C2? ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് C2 എന്ന് പറയുന്നത് y2 മുകളിലായി ഡിനോട്ട് ചെയ്ത്, ദാറ്റ് ഈസ് 1. സോ -1. അതാണ് -1 എന്ന് പറഞ്ഞാൽ താഴെ എഴുതിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് y3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നെറ്റ് വാല്യൂഷൻ എന്ന് പറയുന്നത് സെറ്റ് 3 - C3 ആണ്. സോ ഫസ്റ്റ് നമ്മൾ എന്നിട്ട് സെറ്റ് 3ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ സെറ്റ് 3ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സി ബിയിലെ ഓരോ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയി വരുന്ന y3 എലമെൻറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് 0 × -2 + 0 × -6 + 0 × -1. അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ 0 - C3. വാട്ട് ഈസ് അവർ C3? C3 = 2 ആണ്. അപ്പോൾ 0 - 3 which is equal to 0 × -2 which is equal to -2. സോ അത് -2 വന്നു. ഇനി ബാക്കിയുള്ള y4നും y5നും y6ഉം സിമിലർ കണ്ടുപിടിക്കുകയാണെങ്കിൽ സി ബി ഇൻറ്റു ദ എലമെൻറ്റ്സ് ഓഫ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് y4 ആണ്. അപ്പോൾ സി ബിയിലെ എല്ലാ എലമെൻറ്റ്സും എന്നൊരു 0 ആയതുകൊണ്ട് ആ സി ബി വൈ ജെ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. സോ നമ്മൾ -C ജെ കണ്ടുപിടിക്കാൻ മതി. അപ്പോൾ അതിന് മുകളിലായി വരുന്ന എലമെൻറ്റ്സ് എന്നൊരു 0 ആണ്. സോ സിമിലർലി നമുക്ക് കിട്ടും ബാക്കിയുള്ള സെറ്റ് ജെ മൈനസ് സി ജെ എന്ന് പറയുന്നത് 0 0 0 കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ നെറ്റീവ് വാല്യൂഷൻസ് വി ഫൗണ്ട് ഓൾ അവർ നെറ്റീവ് വാല്യൂഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഓൾ സെറ്റ് ജെ മൈനസ് സി ജെൻ്റെ സൈൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ Z1 - C1 എന്ന് പറയുന്നത് -107, Z2 - C2 എന്ന് പറയുന്നത് -1, Z3 - C3 എന്ന് പറയുന്നത് -2, Z4 - C4 എന്ന് പറയുന്നത് 0, Z5 - C4 എന്ന് പറയുന്നത് 0 ആൻഡ് Z6 - C6 എന്ന് പറയുന്നത് 0. അപ്പോൾ ഇഫ് ഐ കൺസിഡർ ദ തേർഡ് കോളം, അതായത് y3 പറഞ്ഞ കോളം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള എല്ലാ എൻട്രീസും നെഗറ്റീവാണ് അല്ലേ? y3 എന്ന കോളം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള എല്ലാ എൻട്രീസും 0 ആണ്. കാരണം ദ കോളം y3 കൺസിസ്റ്റിംഗ് ഓഫ് ദ എലമെൻറ്റ്സ് -2 -6 -1 അതിലുള്ള എല്ലാ എലമെൻറ്റ്സും 0 ആണ്. ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന സെറ്റ് ജെ മൈനസ് സി ജെ, ദാറ്റ് ഈസ് Z3 - C3 0 ആണ് അല്ലേ? അവിടെ Z3 നെറ്റ് വാല്യൂഷൻ എന്ന് പറയുന്നത് -2 ആണ്. അതുകൊണ്ട് by our result we can conclude that there is an unbounded solution. Okay, നമുക്കൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. if there is at least one j for which yij less than 0 and all zj minus cj less than 0, then there is an unbounded solution. ഈ yij പറഞ്ഞ ഡിനോട്ട് ചെയ്യുന്നത് yj പറഞ്ഞ കോളത്തിലെ എലമെൻറ്റ്സ് ആണ്.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ y3 എന്ന കോളം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ y3യിലെ എല്ലാ എൻട്രീസും എല്ലാ എലമെൻറ്റ്സും 0 ആണ്. സിമിലർലി ആ y3യിലെ നെറ്റ് വാല്യൂഷൻ Zj-Cjയും നെഗറ്റീവാണ്. ഇനി ഇത് മൊത്തം നെഗറ്റീവ് ആണെങ്കിൽ ദെൻ ബൈ അവർ റിസൾട്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദർ എക്സിസ്റ്റ് ആൻ അൺബൗണ്ടഡ് സൊല്യൂഷൻ. ഓക്കെ, this is our problem. Okay, now we have another problem. Maximize z equal to 4x1 plus 10x2 subject to the constraints 2x1 plus x2 less than or equal to 50, 2x1 plus 5x2 less than or equal to 100, 2x1 plus 3x2 less than or equal to 90. സോ നമുക്ക് ഈ പ്രോബ്ലം എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യാനാണ്. ആൻഡ് നമ്മളെ BIs എല്ലാം തന്നെ പോസിറ്റീവാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് നമുക്ക് തന്നേക്കുന്ന ഈ കൺസ്ട്രെയിൻസിലെ ഇക്വേഷൻസിനൊക്കെ നമ്മൾ ഇക്വേഷൻസ് ആക്കി മാറ്റണം. സോ ഐ ഇൻട്രൊഡ്യൂസ് സ്ലാക്ക് വേരിയബിൾസ് x3, x4 and x5 such that 2x1 plus x2 plus x3 equal to 50, 2x1 plus 5x2 plus x4 equal to 100, 2x1 plus 3x2 plus xy equal to 90. അപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ലാക്ക് വേരിയബിൾസ് എന്ന് പറയുന്നത് x3, x4, xy ആണ്. സോ ഈ വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയി വരുന്ന ആ വേരിയബിൾസിൻ്റെ കോസ്റ്റ് 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് വി ലെറ്റ് C3 equal to C4 equal to C5 equal to 0. Now we have to compute our basic feasible solution xp, and by definition xp equal to b inverse into b. So from these equations we get our a equal to 2 1 1 0 0 and 2 5 0 1 0 2 3 1 0 0 1. അപ്പോൾ ആദ്യം നമ്മൾ ആ റോയിൽ എഴുതുന്ന ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് x1ൻ്റെ കോയിഫിഷ്യൻറ്റ്, പിന്നെ x2ൻ്റെ കോയിഫിഷ്യൻറ്റ്, x3ൻ്റെ കോയിഫിഷ്യൻറ്റ്, പിന്നെ x4 xyൻ്റെ കോയിഫിഷ്യൻസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ 2x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 15 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ x4ഉം x5ഉം അബ്സെൻ്റ് ആണ്. അതുകൊണ്ട് അതിൻ്റെ കോയിഫിഷ്യൻറ്റ് 0 ആണ്. അതുകൊണ്ടാണ് ആദ്യത്തെ റോയിലെ ലാസ്റ്റ് 2 എൻട്രീസ് എന്ന് പറയുന്നത് 0 ആയത്. അതുപോലെ സിമിലർലി ഓരോ ഇക്വേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രീസ് നമ്മൾ കൊടുത്ത് എ പറഞ്ഞാൽ നമ്മുടെ കോയിഫിഷ്യൻ മെട്രിക്സിനെ നമ്മൾ എഴുതുന്നു. ആൻഡ് വി ഹാവ് AX ഈക്വൽ ടു B. സോ ദിസ് മെട്രിക്സ് ഇൻറ്റു വാട്ട് ഈസ് അവർ x ഈക്വൽ ടു x1 x2 x3 x4 xy equal to b equal to 15 100 90. Now we have to construct a matrix B from the matrix A such that the columns of the matrix B are linearly independent. So ഈ മെട്രിക്സ് എ പറഞ്ഞ മെട്രിക്സിൽ നിന്നും ഐ ചൂസ് എ സബ് മെട്രിക്സ് B equal to 1 0 0, അതായത് എയിലെ ലാസ്റ്റ് 3 കോളംസും ഉണ്ട്. 1 0 0 0 1 0 0 0 1. Then what is our xp? By definition xp equal to b inverse into b, which is equal to the inverse of the identity matrix into b, which is equal to our b 15 100 90. That is our xp equal to x3 x4 x5 equal to 15 100 and 90. Okay, now we have to compute the net evaluations Zj minus Cj. And by definition Zj minus Cj equal to Cbyj minus Cj, j equal to 1 2 3 etc. n. And we have our Cb consists of C3 C4 C5, and we know that its values are 0. So Cb equal to 0 0 0. So Z equal to Cb xb equal to 0. Now we draw our starting table. Okay, so in xp, in the column xp, we write the xp, our basic feasible solution consisting of x3 x4 xy, that is equal to 15 100 and 90. Then the coefficient of x1 in the objective function is 4. So I write 4 and 10 0 0. Similarly I fill the starting table. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഈ സ്റ്റാർട്ടിംഗ് ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യുന്നു. ഇനി കൺസിഡർ ചെയ്യേണ്ടത് then we find the net evaluation. അതിനുശേഷം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ മെത്തേഡ് പ്രകാരം തന്നെ നമ്മൾ നെറ്റ് ഇവാല്യൂഷൻ കണ്ടുപിടിക്കുന്നു. അതായത് Zj മൈനസ് Cj കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ y1ൻ്റെ കറസ്പോണ്ടിങ് ആയി വരുന്ന നെറ്റ് ഇവാല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് y1ൻ്റെ കറസ്പോണ്ടിങ് ആയി വരുന്ന നെറ്റ് ഇവാല്യൂഷൻ എന്ന് പറഞ്ഞാൽ Z1 മൈനസ് C1 ആയിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ടത്
സി ബി ഇൻറ്റു, അതായത് സി ബി എന്ന കോളത്തിലെ ഓരോ എൻട്രീസ് നോക്കുക, ആ ഓരോ എൻട്രിക്കും കറസ്പോണ്ടിങ് ആയി വരുന്ന y1ലെ എൻട്രീസ് നോക്കുക, അങ്ങനെ കറസ്പോണ്ടിങ് ആയി വരുന്ന എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആ പ്രൊഡക്റ്റുകളെ നമ്മൾ സം ചെയ്യുക. അതായിരിക്കും സെഡ് ജെ സി ജെ എന്ന് പറയുന്നത്. ഇപ്പോൾ y1ൻ്റെ കോളം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് സെഡ് ജെ, ആൻഡ് സെഡ് ജെ ഈക്വൽ ടു 0 × 2 + 0 × 2 + 0 × 2, that is equal to 0. Now but we need zj minus cj, that is 0 minus cj, and the cj corresponding to y1 equal to 4, so zj minus cj equal to -4 and -10. Similarly we get the values of zj minus cj equal to -4, -10, 0, 0, 0, and the value of z equal to 0. Now we have to check the sign of our net evaluation. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ നെറ്റ് ഇവാല്യൂഷൻ്റെ സൈൻ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ സൈൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവായി 2 എൻട്രീസാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് y1ന് കറസ്പോണ്ടിങ് ആയി വരുന്ന -4 ആൻഡ് ദെൻ y2ന് കറസ്പോണ്ടിങ് ആയി വരുന്ന -10. സോ നമുക്ക് there exists 2 yj such that zj minus cj less than 0. ഇനി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മോസ്റ്റ് നെഗറ്റീവ് ഓഫ് ദം, അതിൽ ഏറ്റവും നെഗറ്റീവ് ഏതാണോ അതിന് നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പോൾ -4ലും -10ലും മോസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത് -10 ആണ്. സോ വി ചൂസ് -10. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് ദിസ് -10 ബിലോങ്സ് ടു y2. ഈ -10 എന്ന് പറയുന്നത് y2 ബിലോങ്സ് ടു ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നൗ വി ഹാവ് ടു ചെക്ക് സൈൻസ് ഓഫ് ഓൾ y2. ഓക്കെ, അതായത് നമ്മളെല്ലാ നെറ്റ് വാല്യൂഷൻ zj മൈനസ് സി ജെൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചു. അതിൽ നമ്മൾ ഏറ്റവും മോസ്റ്റ് നെഗറ്റീവ് ഏതാണെന്ന് ചൂസ് ചെയ്തു. സോ നമുക്ക് -10 ആണ് മോസ്റ്റ് നെഗറ്റീവ് എന്ന് കിട്ടി. ആൻഡ് -10 ഉള്ള കോളം ഏതാണെന്ന് നോക്കി. അപ്പോൾ -10 ഉള്ള കോളം എന്ന് പറയുന്നത് y2 പറഞ്ഞ കോളമാണ്. ആൻഡ് y2യിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? y8 ആണ് അല്ലേ. വി ഹാവ് yij ബിലോങ്സ് ടു yj. സോ വി ഹാവ് y8 ബിലോങ്സ് ടു y2. അത് ഇവിടെ ഐ എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് y8യിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് y2യിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് y2 ആയിരിക്കും. അതായത് ദാറ്റ് ഈസ് വെൻ y12, y22, y32, y42 ഇതൊക്കെ ഈ എലമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും y2യിലുള്ളത്. അപ്പോൾ ആ എലമെൻറ്റ്സ്, ആ y2യിൽ വരുന്ന എല്ലാ എലമെൻറ്റ്സിൻ്റെയും സൈൻ എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് ചെക്ക് സൈൻസ് ഓഫ് ഓൾ y8. ആൻഡ് ഇഫ് ഓൾ y8 ലെസ് ദാൻ 0 then there is an unbounded solution അല്ലേ. അതായത് നമ്മളിപ്പോൾ മുന്നേ ചെയ്ത മെത്തേഡ് പ്രകാരം, അതായത് അവിടെ നമ്മളൊരു നെറ്റ് ഇവാല്യൂഷൻ കണ്ടു, അത് നെഗറ്റീവാണ്. ആ നെറ്റ് ഇവാല്യൂഷൻ വരുന്ന കോളത്തിലെ എല്ലാ എൻട്രീസും നെഗറ്റീവാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്തു? അവിടെ ഒരു അൺബൗണ്ടഡ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട്. അപ്പോൾ ഇഫ് ആ കോളത്തിലെ എല്ലാ എൻട്രീസും ഇവിടെയും 0 നെഗറ്റീവ് ആണെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദർ ഈസ് എൻ അൺബൗണ്ടഡ് സൊല്യൂഷൻ. And if at least one y8 greater than 0, then the corresponding vector y2 enters the basis yb. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ -10 വരുന്ന y2 എന്ന കോളം കൺസിഡർ ചെയ്യുന്നു. അതിലെ എൻട്രീസ് ഏതൊക്കെയാണ്? 1, 5, 3. അതിലെ എൻട്രീസ് എന്ന് പറയുന്നത് 1ഉം 5ഉം 3 ആണ്. അതായത് അതെല്ലാം എന്താണ്? പോസിറ്റീവാണ്. 1, 5, 3 വിച്ച് ആർ പോസിറ്റീവ്. സോ if at least one y8 greater than 0, then the corresponding vector y2 enters the basis yb. അപ്പോൾ ഈ y2യിലെ എല്ലാ എൻട്രീസും എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ we can conclude that the corresponding vector y2 enters the basis yb. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിലെല്ലാ എൻട്രീസും എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട്, എല്ലാ എൻട്രീസും പോസിറ്റീവ് ആവണമെന്നില്ല, അറ്റ്ലീസ്റ്റ് 1 എൻട്രി എങ്കിലും അവിടെ പോസിറ്റീവ് ആണെങ്കിൽ we can say that this y2 enters the basis yb. ഓക്കെ, ഇവിടെ എല്ലാം 1ഉം 5ഉം 3ഉം പോസിറ്റീവാണ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ കറസ്പോണ്ടിങ് വെക്റ്റർ y2 എൻറ്റേഴ്സ് ദ ബേസിസ് yb. ഓക്കെ, അപ്പോൾ y2 yബിയിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ yബിയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് y3, y4, y5 ആണ് അല്ലേ. അപ്പോൾ y2 എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ y3യുടെ പ്ലേസിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ y4ൻ്റെ പ്ലേസിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ y5ൻ്റെ പ്ലേസിൽ എൻ്റർ ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇനി ഈ y2 എന്ന് പറയുന്നത് ഇതിൽ ഈ y3യുടെ y4ൻ്റെ y5ൻ്റെ ആരുടെ പ്ലേസിലാണ് എൻ്റർ ചെയ്യുന്നത്, ആരുടെ പൊസിഷനിലാണ് എൻ്റർ ചെയ്യുന്നതെന്ന് വെരിഫൈ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് കമ്പ്യൂട്ട് xpi ഡിവൈഡഡ് ബൈ yir where yir greater than 0. ദാറ്റ് ഈസ് കമ്പ്യൂട്ട് xpi ഡിവൈഡ് ബൈ yi2 അല്ലേ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y2 എന്ന കോളത്തിലാണ്. സോ വി ഹാവ് ടു കമ്പ്യൂട്ട് xpi ഡിവൈഡഡ് ബൈ yi2. അതാണ് നമ്മൾ ലാസ്റ്റ് കോളത്തിലായിട്ട് എഴുതിയേക്കുന്നത്, xpi ഡിവൈഡ് ബൈ yi2. അപ്പോൾ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ xpi ഡിവൈഡഡ് ബൈ yi2 എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ xp കൺസിഡർ ചെയ്യുക. അപ്പോൾ xpiയിലുള്ള ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് 15 ആണ് അല്ലേ. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ y2 വെൻ i ഈക്വൽ ടു 1, ദാറ്റ് ഈസ് y2യിലുള്ള ആദ്യത്തെ എലമെൻറ്റ്സ് 15/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ഈ നെക്സ്റ്റ് റോയിന് കറസ്പോണ്ടിങ് ആയി വരുന്നത് അവിടെ xpൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. സോ വി ഹാവ് ടു ഡിവൈഡ് അവർ 100 ബൈ yi2 where i equal to 2, that is y22 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. സോ വി ഹാവ് ടു ഡിവൈഡ് 100 by 5 and 100 by 5 equal to 20. നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ഡിവൈഡ് 19 by 3 that is equal to 13. ഓക്കെ, സോ നമ്മൾ ഈ xpi ഡിവൈഡ് ബൈ yi2ൻ്റെ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് 15, 20, 13 ഈ വാല്യൂസാണ് കിട്ടിയത്. നെക്സ്റ്റ് വി ചൂസ് ദ മിനിമം ഓഫ് ദം. ഇപ്പോൾ കണ്ടുപിടിച്ച ഈ വാല്യൂസിൽ ഏറ്റവും മിനിമം ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ 15, 20, 30 ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത് 20 ആണ് അല്ലേ. ദ മിനിമം 15, 20, 30 ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. ആൻഡ് വി ഹാവ് ഈ 20 എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് കിട്ടിയത്, വെൻ വി ഡിവൈഡ് ദ xpi ഡിവൈഡ് ബൈ y22 അല്ലേ. അപ്പോൾ y22 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടിയ എലമെൻ്റാണ് 20, ദാറ്റ് ഈസ് മിനിമം ഈസ് 20 വിച്ച് ഈസ് ഈക്വൽ ടു xb2 ഡിവൈഡഡ് ബൈ y22. നൗ ദ റോ വെക്റ്റർ y4 കറസ്പോണ്ടിങ് 20 ലീവ്സ് yb. ഓക്കെ, അപ്പോൾ നമുക്ക് മിനിമം ആയിട്ട് കിട്ടിയേക്കുന്നത് 20 ആണ്. അതുകൊണ്ട് തന്നെ ഈ 20ക്ക് കറസ്പോണ്ടിങ് ആയി വരുന്ന ybയിലെ എലമെൻറ്റ് ഏതാണെന്ന് നോക്കുക. 20ക്ക് കറസ്പോണ്ടിങ് ആയി വരുന്ന ybയിലെ എലമെൻറ്റ് നോക്കി, ദാറ്റ് ഈസ് y4 അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് y4 ലീവ്സ് ദ ബേസിസ് yb. ഓക്കെ, ഒന്നുകൂടി നോക്കാം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു ഈ ybയിലെ ഏതെങ്കിലും ഒരു ബേസിസ് വെക്റ്റർ അവിടുന്ന് പോയതിന് ശേഷം നമ്മുടെ ഒരു വെക്റ്റർ അവിടെ അങ്ങോട്ട് എൻ്റർ ചെയ്യുന്നു പറഞ്ഞിരുന്നു. പക്ഷേ നമുക്കത് y3യുടെ പ്ലേസിലാണോ y2ൻ്റെ പ്ലേസിലാണോ y5ൻ്റെ പ്ലേസിലാണോ ഈ y2 എൻ്റർ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ y2 എൻ്റർ ചെയ്യുന്നത് ഏത് പൊസിഷനിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ xpi ഡിവൈഡ് ബൈ y8 കണ്ടുപിടിച്ചു. അതിൽ ഏറ്റവും മിനിമം വാല്യൂ എടുത്തു. ആ മിനിമം വാല്യൂവിന് കറസ്പോണ്ടിങ് ആയി വരുന്ന ybയിലെ വെക്റ്റർ അവിടുന്ന് ആ ബേസിസിൽ നിന്ന് ലീവ് ചെയ്യുകയും ആ പൊസിഷനിലേക്ക് നമ്മുടെ y2 എൻ്റർ ചെയ്യുകയും ചെയ്യും. സോ 20ക്ക് കറസ്പോണ്ടിങ് ആയി വരുന്ന ബേസിസ് വെക്റ്റർ എന്ന് പറയുന്നത് y4 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ റോ വെക്റ്റർ y4 കറസ്പോണ്ടിങ് ടു 20 ലീവ്സ് yb. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ടു ഫൈൻഡ് അവർ ലീഡിങ് എലമെൻറ്റ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലീഡിങ് എലമെൻ്റ് ആണ്. ലീഡിങ് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ജെ മൈനസ് നെഗറ്റീവ് വാല്യൂഷൻ സെറ്റ് ജെ മൈനസ് സി ജെ കണ്ടുപിടിച്ചു. അതിൽ ഏറ്റവും മിനിമം വാല്യൂ ഉള്ള കോളം ഏതാണെന്ന് നോക്കുന്നു. അപ്പോൾ നമുക്ക് -10 ആണ് ഏറ്റവും മിനിമം വാല്യൂ. മോസ്റ്റ് നെഗറ്റീവായിട്ട് വരുന്ന -10 ആണ്. അപ്പോൾ -10 ഉള്ള കോളം കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് y2 അല്ലേ. y2 എന്ന കോളമാണ് ഉള്ളത്. ഇനി നമ്മൾ xpi ഡിവൈഡ് ബൈ y8 കണ്ടുപിടിക്കുന്നു. അതിൽ ഏറ്റവും മിനിമം വാല്യൂ ഉള്ളത് നോക്കുക, ദാറ്റ് ഈസ് 20 അല്ലേ. അപ്പോൾ ആ 20 ഉള്ള റോ കൺസിഡർ ചെയ്യുക. അതായത് മോസ്റ്റ് നെഗറ്റീവ് ആയിട്ട് സെറ്റ് ജെ മൈനസ് സി ജെ വരുന്ന കോളവും ആൻഡ് ഏറ്റവും മിനിമമായിട്ട് xpi ഡിവൈഡഡ് ബൈ y8 വരുന്ന റോയും കൺസിഡർ ചെയ്യുക. ഈ കോളത്തിനും റോയ്ക്കും കൂടി കോമൺ ആയി വരുന്ന എലമെൻ്റ് ആയിരിക്കും നമ്മുടെ ലീഡിങ് എലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോളത്തിനും ഈ റോയ്ക്കും കൂടിയിട്ട് കോമൺ ആയി വരുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് 5 ആണ്. സോ 5 ഈസ് ദ ലീഡിങ് എലമെൻറ്റ്. നൗ വി ഹാവ് ടു ഫൈൻഡ് ഫസ്റ്റ് ഐട്രേഷൻ ദ സിംപ്ലക്സ് ടേബിൾ. ഇനി നെക്സ്റ്റ് സിംപ്ലക്സ് ടേബിളിലേക്ക് നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ഐട്രേഷനിൽ വരുമ്പോൾ നമുക്ക് വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്
ലുക്ക് അറ്റ് ദ കോളം വൈ ബിനകത്തുള്ള തൊട്ട് മുന്നേ ഉണ്ട് നമ്മളിപ്പോൾ ചെയ്ത ടേബിളിൽ വൈ ബിയിലെ ബേസിസ് എന്ന് പറയുന്നത് ബേസിസ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് y3 y4 y5 ആയിരുന്നു. പക്ഷേ നമുക്ക് എന്ത് സംഭവിച്ചു, ഈ y4 എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ y4 പറഞ്ഞാൽ ഈ ബേസിസ് വെക്റ്റർ വൈ ബിയിൽ നിന്ന് ലീവ് ചെയ്യിക്കും, അവിടെ y2 എൻ്റർ ചെയ്യുകയും ചെയ്തു. സോ ഇൻ ദ നെക്സ്റ്റ് ടേബിളിൽ y4ൻ്റെ പ്ലേസിനകത്ത് വി ഹാവ് y2. ഓക്കെ, ബാക്കി y3 y4 അതുപോലെ തന്നെ വരും, പക്ഷേ y4ൻ്റെ പ്ലേസിനകത്ത് y2 വരും. ആൻഡ് ഈ y2 ആൻഡ് സി അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന സി ബിനകത്ത് അതിൻ്റെ കോയിഫിഷ്യൻറ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ആൻഡ് വാട്ട് വാസ് അവർ കോയിഫിഷ്യൻറ്റ് ഓഫ് y2, ഈ y2ൻ്റെ കോയിഫിഷ്യൻ എന്ന് പറയുന്നത് 10 ആണ്. സോ ഹിയർ ദിസ് ബിക്കം 10 ഓൾസോ. ഓക്കെ, ദെൻ സിമിലർലി വി ഫൈൻഡ് നമ്മൾ ആ ടേബിൾ കൺസ്ട്രക്റ്റ്. ഇനി നമ്മൾ വി ഹാവ് അവർ ലീഡിങ് വൺ ഈക്വൽ ടു 5 അല്ലേ, നമ്മുടെ ലീഡിങ് വൺ എന്ന് പറയുന്നത് 5 ആവും. അപ്പോൾ നെക്സ്റ്റ് ടേബിളിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ 5നെ നമ്മൾ യൂണിറ്റി, വി ഹാവ് ടു കൺവേർട്ട് അവർ ലീഡിങ് എലമെൻറ്റ് ഇൻ ടു യൂണിറ്റി. ഈ 1നെ ഈ 5നെ നമ്മൾ ലീഡിങ് എലമെൻറ്റിനെ നമ്മൾ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ 5നെ നമ്മൾ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഡിവൈഡ് ദ എലമെൻറ്റ് 5/5 അല്ല, ഈ 5നെ 1 ആക്കാൻ വേണ്ടി ഈ 5നെ നമ്മളൊരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് 5നെ ഡിവൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ എന്താണ്, ഈ 5 ഉള്ള റോ എന്ന് പറയുന്നത് സെക്കൻഡ് റോ ആണ്, R2 ആണ്. സോ വി ഡിവൈഡ് ദ എൻറ്റയർ റോ R2/5. ഓക്കെ, വി ഡിവൈഡ് ദ എൻറ്റയർ റോ R2/5. സോ ദിസ് ബിക്കം 100/5 ഈക്വൽ ടു 20, 2/5 1 0, 1/5 0. ഓക്കെ, ഇനി അതിന് ശേഷം ഈ ലീഡിങ് എലമെൻറ്റ് വരുന്ന കോളത്തിനകത്തുള്ള ബാക്കി എല്ലാ എൻട്രീസിനും നമുക്ക് 0 ആക്കി മാറ്റണം അല്ലേ. അപ്പം സോ ഈ 5ൻ്റെ മുകളിലായിട്ട് നമുക്ക് വന്ന എൻട്രി എന്ന് പറയുന്നത് 1 ആയിരുന്നു. അപ്പോൾ 1നെ 0 ആക്കാൻ വേണ്ടി വി അപ്ലൈ ദ ഓപ്പറേഷൻ R1 ഗിവ്സ് R1 മൈനസ് 5 R2. ദെൻ ടു മേക്ക് ഈ 5ന് താഴെ വരുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് 3 ആയിരുന്നു. സോ ഈ 3നെ 0 ആക്കാൻ വേണ്ടി വി ഹാവ് ടു അപ്ലൈ ദ ഓപ്പറേഷൻ R3 ഗിവ്സ് R3 മൈനസ് 3 R2. ഓക്കെ, ഇവിടെ നോക്കുക, ഈ 5ന് മുകളിലായിട്ട് വരുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് 1 ആയിരുന്നു. അതായത് നമ്മുടെ ലീഡിങ് എലമെൻറ്റിന് മുകളിലായിട്ട് വരുന്ന എലമെൻറ്റ് 1 ആയിരുന്നു. അപ്പോൾ ഈ 1നെ 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഓപ്പറേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്, എഴുതിയതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഈ 1നെ 0 ആക്കാൻ വേണ്ടി വി ഹാവ് ടു അപ്ലൈ ദ ഓപ്പറേഷൻ R1 ഗിവ്സ് R1 മൈനസ് R2 ചെയ്താൽ മതി അല്ലേ. So by applying these operations we get this matrix. Okay, and similarly ഇതെല്ലായിടത്തും ഈ സെയിം ഓപ്പറേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിലുള്ള ഒരു ടേബിൾ കിട്ടുന്നു. ആൻഡ് ഇവിടെ നമ്മൾ ZJ മൈനസ് CJൻ്റെ സൈൻ നോക്കുക. ഇവിടെ ZJ മൈനസ് CJ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 0 0 0 2 0 ആണ് അല്ലേ. എല്ലാ ZJ മൈനസ് CJ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. തന്നെയെല്ലാം ZJ മൈനസ് CJ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിക്കൊണ്ടുകൊണ്ട് വി ക്യാൻ കൺക്ലൂഡ് ദിസ് 200 അല്ലേ. അവിടെ 200 എന്ന് പറയുന്നത് സെഡിൻ്റെ വാല്യൂ ആണ്. ദിസ് 200 ഈസ് ദ ഒപ്റ്റിമം സൊല്യൂഷൻ ആൻഡ് ഒപ്റ്റിമം ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഈസ് മാക്സിമം ഓഫ് Z ഈക്വൽ ടു 200. ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന x2 എന്ന് പറയുന്നത് 20 ആണ്. അതിൽ കറസ്പോണ്ടിങ് വരുന്ന x2 എന്ന് പറയുന്നത് 20 ആണ്. സോ ദിസ് ഈസ് അവർ ഒപ്റ്റിമൽ സൊല്യൂഷൻ. സോ x2 ഈക്വൽ ടു 20 എന്ന് പറഞ്ഞാൽ നമുക്ക് x1ൻ്റെ വാല്യൂ by putting the value of x2 in the objective function we can find the values of x1 also. അപ്പോൾ മാക്സിമം ഓഫ് Z എന്ന് പറയുന്നത് 200 ആയിരിക്കും. സോ ഒന്നും കൂടി നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. നമുക്കിതായിരുന്നു നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ടേബിൾ വരച്ചു. അപ്പോൾ ഈ ഫസ്റ്റ് ടേബിളിൽ വരച്ചിട്ട് നമ്മളെല്ലാ നെഗറ്റീവ് വാല്യൂഷനും ചെക്ക് ചെയ്തു. ആ നെഗറ്റീവ് വാല്യൂഷനിൽ ഏറ്റവും മോസ്റ്റ് നെഗറ്റീവ് ഏതാണെന്ന് ചൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് മോസ്റ്റ് നെഗറ്റീവായി കിട്ടിയത് -10 ആണ്. അപ്പോൾ -10 ഉള്ള കോളം കൺസിഡർ ചെയ്തു. ആ കോളം എന്ന് പറയുന്നത് y2 ആയിരിക്കും. ഓക്കെ, ഇനി ആ കോളത്തിലുള്ള എൻട്രീസിൻ്റെ സൈൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുക. ആദ്യം നമ്മൾ മോസ്റ്റ് നെഗറ്റീവ് ZJ മൈനസ് CJ കൺസിഡർ ചെയ്യുന്നു. ആ ZJ മൈനസ് CJ വരുന്ന കോളം ഏതാണെന്ന് നോക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ കോളത്തിനകത്ത് വരുന്ന എല്ലാ എൻട്രീസിൻ്റെ സൈൻ നോക്കുന്നു. ഇവിടെ എല്ലാ എൻട്രീസിൻ്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. സോ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദിസ് y2 എൻറ്റേഴ്സ് ദ വൈസസ് yb.
ഈ y2 എന്ന് പറയുന്നത് y-bയിൽ എൻ്റർ ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ y-bയിൽ നമുക്ക് y3 y4 y5 ആണുള്ളത്. ഇതിൽ ഏത് ബേസിസ് വെക്ടറിൻ്റെ പൊസിഷനിലാണ് y2 എൻ്റർ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇവിടുന്ന്. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നു. ആ സ്റ്റെപ്പാണ് കമ്പ്യൂട്ട് XBI ഡിവൈഡഡ് y2 എന്ന് പറയുന്നത്. അതായത് XBയിലെ ഓരോ എലമെൻറ്റിനും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് y2യിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ആ വാല്യൂസ് കണ്ടുപിടിക്കുന്നു. അതിൽ ഏറ്റവും മിനിമം നമ്മൾ ചൂസ് ചെയ്യുന്നു. ആ മിനിമമാണ് നമുക്ക് 20 ആയി കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ആ 20ക്ക് കറസ്പോണ്ടിങ് ആയി വരുന്ന y-bയിലെ ബേസിക് വെക്ടർ ഏതാണെന്ന് നോക്കുക. 20ക്ക് കറസ്പോണ്ടിങ് ആയി വരുന്നത് y4 ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ y-bയിൽ നിന്നും y-b എന്ന ബേസിസിൽ നിന്നും ലീവ് ചെയ്യുന്ന ബേസിസ് വെക്ടർ y4 ആയിരിക്കും. ആ y4ൻ്റെ പ്ലേസിനകത്തായിരിക്കും y2 വരുന്നത്. ഓക്കെ, പക്ഷേ ഇത് നമ്മൾ നെക്സ്റ്റ് ടേബിളിലാണ് ആ y4നെ മാറ്റിയിട്ട് y2നെ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇനി ഈ നെറ്റ് ഇവാലുവേഷനിൽ നമ്മൾ മോസ്റ്റ് നെഗറ്റീവായി ചൂസ് ചെയ്ത കോളവും അതുപോലെ XBI ഡിവൈഡ് ബൈ y2യിൽ മോസ്റ്റ് മിനിമമായിട്ട് ചൂസ് ചെയ്ത റോയും കൺസിഡർ ചെയ്യുക. ഈ കോളത്തിനും അതൊരു റോയ്ക്കും കോമൺ ആയി വരുന്ന എലമെൻ്റ് ആയിരിക്കും നമ്മുടെ ലീഡിങ് എലമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ലീഡിങ് എലമെൻറ്റ് 5 ആയിരിക്കും. ഇത്രയാണ് ഈ ടേബിളിൽ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ടേബിളിലേക്ക് വരുമ്പോൾ ഉള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ y-bനകത്ത് y3 വരും ആൻഡ് y4നകത്ത് y4 മാറിയിട്ട് അവിടെ y2 വരും. സോ അപ്പം അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന CBയിലും ചേഞ്ച് വരും അല്ലേ. അവിടെ y2ൻ്റെ കോയിഫിഷ്യൻ്റായി 10 CBനകത്ത് വരും, ബാക്കിയെല്ലാം അതേപടി വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ നമ്മുടെ വി ഹാവ് ടു കൺവേർട്ട് അവർ ലീഡിങ് എലമെൻറ്റ് 5 into 1. ആ ലീഡിങ് എലമെൻറ്റിനെ നമ്മൾ 1 ആക്കി മാറ്റണം. അപ്പോൾ ലീഡിങ് എലമെൻറ്റിനെ നമ്മൾ 1 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ലീഡിങ് എലമെൻറ്റ് 5 ഉള്ളത് നമ്മുടെ സെക്കൻഡ് റോയിലാണ്. അപ്പോൾ ആ സെക്കൻഡ് റോയിനെ ത്രൂ ഔട്ട് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ളതാണ് നെക്സ്റ്റ് അടുത്ത ടേബിളിലേക്ക് വരുമ്പോൾ ആ സെക്കൻഡ് റോയിൽ 5 കൊണ്ട് ആദ്യത്തെ ടേബിളിൽ സെക്കൻഡ് റോയിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന എൻട്രീസാണ് സെക്കൻഡ് ടേബിളിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷമുള്ള സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ലീഡിങ് എലമെൻറ്റ് ഒഴികെ ബാക്കിയെല്ലാ ആ കോളത്തിലെ ബാക്കിയെല്ലാ എൻട്രീസിനെയും നമ്മൾ 0 ആക്കണം. സോ ഈ എൻട്രീസിന് 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 5ന് മുകളിലായിട്ട് വരുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1നെ 0 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വി അപ്ലൈ ദ ഓപ്പറേഷൻ R1 gives R1 minus R2 ചെയ്താൽ മതി. കാരണം R2 എന്ന് പറയുന്നത് നമ്മൾ ലീഡിങ് എലമെൻറ്റ് നമ്മൾ 1 ആക്കിയിട്ടുണ്ട്. സോ R1 minus R2 means 1 minus 1, this becomes 0 അല്ലേ. ഇനി 5ന് താഴെ വരുന്ന എൻട്രി എന്ന് പറയുന്നത് 3 ആണ്. 3നെ 0 ആക്കാൻ വേണ്ടി വി ഹാവ് ടു അപ്ലൈ ദ ഓപ്പറേഷൻ R3 gives R3 minus 3 R2 അല്ലേ. ഇവിടെ എഴുതിയതിൽ ഞാൻ R1 gives R1 minus 5 R2 എന്ന് എഴുതി, അതിൽ മിസ്റ്റേക്ക് ഉണ്ട്. R1 gives R1 minus R2 ചെയ്താൽ മതി. സോ അത് നമ്മൾ ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേബിൾ കിട്ടുന്നു. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ് ഇവാലുവേഷൻ്റെ സൈൻ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ എന്ന് പറയുന്ന എല്ലാ നെറ്റ് ഇവാലുവേഷനും നോൺ നെഗറ്റീവ് ആണ് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് സെഡ്, ഇവിടെ സെഡിൻ്റെ വാല്യൂ കിട്ടുന്നത് 200 അല്ലേ. ഈ സെഡിൻ്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്, സെഡിൻ്റെ വാല്യൂ ആ റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. അതായത് R4 ഇവിടെ 5ന് താഴെ വരുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് -10 ആണ്. അപ്പോൾ -10ന് 0 ആക്കാൻ വേണ്ടി ഒരു 10 കൊണ്ട് അതിനെ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഹിയർ വി അപ്ലൈ ദ ഓപ്പറേഷൻ R4 gives R4 plus 10 R2. സോ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സെഡിൻ്റെ വാല്യൂ 200 ആയി കിട്ടുന്നത്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദിസ് 200 ഈസ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആൻഡ് ദിസ് 200 ഈസ് ഒബ്റ്റൈൻഡ് വെൻ x2 equal to 20. If we know the value of x2, then we can put it in the objective function and we can find the values of x1 also. Okay.